നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. വണക്കം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതിനു മുമ്പും പല തവണ സമാനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈ ഓൺലൈൻ മീഡിയക്കാരെ പറ്റിയിട്ടുള്ള വീഡിയോസ്, റിയാക്ഷൻ വീഡിയോസ് മുമ്പ് നമ്മൾ പലതവണ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, വീണ നായർ ആക്ട്രസിനെ കുറിച്ചിട്ട് എല്ലാവരും കേട്ട് കാണും. അറിയാത്തവരുമായിട്ട് വളരെ ആൾക്കാർ കുറവായിരിക്കും. കാരണം മലയാള സീരിയൽ രംഗത്തെ ഒരു പോപ്പുലർ സീരിയലായ ഗൗരി ശങ്കരത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു നടിയാണ് വീണ നായർ. അപ്പോൾ അടുത്തിടെയാണ് വീണ നായരുടെ വിവാഹം നടന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ മലയാളിയാണ് പുള്ളിക്കാരി വിവാഹം ചെയ്തത്. അപ്പോൾ സാധാരണയായിട്ട് വിവാഹമൊക്കെ നടക്കുമ്പോഴേക്കും അവിടെ ഈ ഓൺലൈൻ മീഡിയാസ്, അതായത് പ്രത്യേകിച്ചിട്ടും ഈ സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ളവരുടെ വിവാഹമൊക്കെ നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഓൺലൈൻ മീഡിയക്കാർ വിളിച്ചിട്ടായാലും ശരി, വലിഞ്ഞു കയറി വരുന്നതാണോ ഇതൊന്നും അറിയില്ല. അപ്പോൾ അവരുടെ സാന്നിധ്യം അവിടെ ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രസൻസ് കാരണം തന്നെ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇതിനോട് അനുബന്ധിച്ചിട്ട് സാധാരണ നടക്കാറുണ്ട്. അപ്പോൾ വീണയുടെ വിവാഹത്തിനാണെങ്കിൽ ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ മൊത്തവും ഈ മീഡിയക്കാരുടെ ഒരു വലിയൊരു കോലാഹലം തന്നെയായിരുന്നു. എന്തിനേറെ പറയുന്നു, വീണയുടെ മേക്കപ്പ് റൂമിൻ്റെ പുറത്ത് വരെ ഇവർ സ്ഥാനമുറപ്പിച്ചിരുന്നു. കാരണം കയ്യിലൊക്കെ കിട്ടിയാൽ വശക്കേടായിട്ടുള്ള പല ചോദ്യങ്ങളും സംഭവങ്ങളും, കല്യാണ വേദിയാണെന്ന് പോലും ഓർക്കാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളും ഒക്കെയായിട്ട് ഇവർ മുമ്പിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംഭവം അടുത്തിടെ നടന്നത് വളരെയധികം വിവാദം ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നു. അതിനോടനുബന്ധിച്ചിട്ട് കുറേ വീഡിയോസും ക്ലിപ്പിങ്സും പിറകെ എന്താണ് എന്നുള്ളത് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വിവാഹം നടന്നതിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ കണ്ടിട്ട് വരാം. എന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഇത് അവിടെ ഉണ്ടാവും, ഫോട്ടോ എടുത്തോട്ടെ. എന്താ പറയുക, ചേട്ടൻ എപ്പോഴും വരാം? ചേട്ടൻ എപ്പോഴും വരാം? വന്നല്ലേ? പേരെന്താ? ബാഹുബലിയാ? ചോട്ട ബാഹുബലിയാ? അല്ല, വൈഷ്ണവ്. അല്ല, ഇൻസ്റ്റയില് പേര് അങ്ങനെ? ഇൻസ്റ്റയില് പേരുള്ള ചുമ്മാ. വേറെ കൂട്ടുകാരികളൊന്നും വന്നില്ല? ആതിര വന്നില്ലേ? മറ്റേ ഹരിച്ചേട്ടൻ? ഹരി ചിലപ്പോ വരുമല്ലോ, അവന്റെ സൂര്യന്റെ വർക്കായിട്ടുള്ള. ഓക്കെ. അച്ഛനെവിടെ? അച്ഛനെ വാട്സാപ്പിൽ സംസാരിച്ചിട്ടുള്ള എവിടെ നോക്കണം, പിന്നെ കാണാം. അപ്പോൾ ഈ പുള്ളിക്കാരിയാകട്ടെ ആദ്യമൊക്കെ ഈ ഓൺലൈൻ മീഡിയക്കാരോട് വളരെയധികം സൗഹൃദമായിട്ടും നല്ല രീതിയിലുമൊക്കെ തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. അവരും വീണയുടെ ഈ മാരേജ് സീൻസൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ താലികെട്ട് സമയത്ത് പോലും പെണ്ണിനെയും ചെറുക്കനെയും കാണുന്നതിനേക്കാളും ഇവരുടെ ഈടിയും തള്ളുമായിരുന്നു കൂടുതൽ എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ വിവാഹ സമയത്തും വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു വീണ കാണപ്പെട്ടത്. പിന്നെ ഈ താലികെട്ടിൻ്റെ സമയത്തൊക്കെ താലി എങ്ങനെ പിടിക്കണം, അതെന്താണ് ഏതാണ് എന്നൊക്കെ വരനോട് വിശദീകരിച്ച് പറയുന്നതുമൊക്കെ കാണാമായിരുന്നു. എന്തായാലും ഹാപ്പി ആയിട്ടായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ചേട്ടാ ഹലോ. അപ്പോൾ വീണയുടെ ഈ കൂളായിട്ടുള്ള ഒരു സമീപന രീതി, ആള് ടെൻഷൻ ഉണ്ടാകും തീർച്ചയായിട്ടും. ഈ സമയത്തൊക്കെ ടെൻഷൻ ഉണ്ടാകാതിരിക്കില്ല. അതൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് വളരെ കമ്പോസ്റ്റൊക്കെ ആയിട്ടായിരുന്നു പുറത്ത് കാണിച്ചിരുന്നത്. അത് ഒരുപാട് പേർക്ക് അന്ന് പിടിച്ചില്ല. അങ്ങനെ അവർ ഇങ്ങനെ കൂളായിട്ടൊക്കെ നിൽക്കും എന്ന് പറഞ്ഞ് ഇതാ പിടിച്ചോ, നെഗറ്റീവ് കമൻസിൻ്റെ ഒരു പൂരം തന്നെയായിരുന്നു പിന്നീട് വന്നുകൊണ്ടിരുന്നത്. അഹങ്കാരിയാണ്, അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം നെഗറ്റീവ് കമൻസ് വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ താലികെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ റിസപ്ഷനും ഒക്കെ നടന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് വരൻ്റെ വീട്ടിലോട്ട് യാത്ര ആകാനായിട്ട് വീണ ഇറങ്ങിയത്.
അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം വരുമ്പോഴേക്കും, അതായത് ചടങ്ങുകളൊക്കെ പൂർത്തിയായിട്ട് മാതാപിതാക്കളെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ പിരിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലോട്ട് യാത്ര ചെയ്ത് പെൺകുട്ടികൾക്ക്, കല്യാണം കഴിഞ്ഞവർക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ട് നല്ലവണ്ണം അറിയാം. വളരെയധികം വിഷമത്തോടെയും സങ്കടത്തോടെയും ഒക്കെ ആയിരിക്കും അവർ സ്വന്തം വീട്ടിൽ നിന്നും വേറെ ഒരു ഇന്നലെ വരെ അപരിചിതമായിട്ടുള്ള ഒരു വീട്ടിലേക്ക് അവർ യാത്രയാകുന്നത്. അപ്പോൾ പുതിയ ചുറ്റുപാട്, പുതിയ അന്തരീക്ഷം, പുതിയ ആളുകൾ, ഇതൊക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ ആ സമയം വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഏതോ ഒരു മീഡിയ ആൾ വന്നിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എന്തോ ചോദ്യം ചോദിക്കുകയും അത് കേട്ടിട്ട് വീണ ആകപ്പാടെ വന്നിട്ട് അപ്സെറ്റ് ആവുകയും, അപ്പോൾ അതിന് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ വീഡിയോയുടെ ക്ലിപ്പിങ്സിൽ നിന്നും കണ്ടിട്ട് തിരിച്ചു വരാം. കുട്ടി കേട്ടുന്നില്ല. അപ്പോൾ ഈ ചോദ്യം, ഓൺലൈൻ മീഡിയക്കാർ ചോദിച്ച ചോദ്യത്തിന് വീണ അപ്സെറ്റായിട്ട് പറയുന്ന മറുപടി വളരെയധികം വിവാദമാകുകയും അത് വന്ന് വീണയ്ക്ക് അഹങ്കാരിയാണ്, അങ്ങനെയാണ്, ഇതുപോലുള്ള പല പേരുകളും വന്നിട്ട് വീണയ്ക്ക് കിട്ടുകയും കുട്ടി കേട്ടുന്നില്ല. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഇങ്ങനത്തെ ചടങ്ങുകളിലൊക്കെ ഈ ഓൺലൈൻ മീഡിയക്കാർ അവരുടെ ക്യാമറയും കാര്യങ്ങളും അവരുടെ കൂട്ടവും എത്ര തന്നെ നന്നായിട്ട് അവരോടൊക്കെ പെരുമാറിയായാലും എന്തെങ്കിലും ഒരു പ്രശ്നം സാധാരണ എപ്പോഴും വന്ന് ചാടാറുണ്ട്. അതുപോലെ തന്നെയായിരുന്നു ഇവിടെയും സംഭവിച്ചത്. ആദ്യമൊക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഒരവസരത്തിൽ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇവർ വന്നിട്ട് ഈ ക്യാമറയും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താലികെട്ടായാലും ശരി, എന്തൊക്കെ ചടങ്ങുകളായാലും ശരി, അതിൻ്റെ ഇടവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും അവസരത്തിൽ ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ഒരു വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇന്നത്തെ കാലത്ത്. അതുകൊണ്ട് ഒരുപാട് വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകൾ ഇന്നത്തെ കാലത്ത് ഇവരെ ഒന്നും ക്ഷണിക്കാതെയോ അറിയിക്കാതെയോ ഒക്കെയാണ് വിവാഹ ചടങ്ങുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ വന്ന് കയറുമ്പോഴേക്കും പിന്നെ പ്രശ്നങ്ങളുടെ പൂരം തന്നെ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒന്ന് രണ്ട് പ്രസിദ്ധരായിട്ടുള്ള ആളുകൾ വന്നിട്ട് അവർ ഒരു പ്രത്യേക വ്യക്തിയെ വിളിക്കുകയും ഇതൊക്കെ വന്നിട്ട് ഈ ഓൺലൈനിലും യൂട്യൂബിലും ഒക്കെ ഈ ഫംഗ്ഷനൊക്കെ നല്ലൊരു തുക കൊടുത്ത് റിലീസ് ചെയ്യുന്ന പരിപാടികളും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല രീതിയിലും കാര്യങ്ങളൊക്കെ ഈ കവറേജൊക്കെ ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇങ്ങനൊരു പ്രശ്നം വന്നതപ്പോൾ നിങ്ങളും ഇതൊക്കെ കണ്ടു കാണും. വീണയുടെ ഈ ഒരു റിയാക്ഷൻ ഈ ഒരു പ്രശ്നത്തിൽ അതിൽ നിങ്ങൾ വീണയുടെ ഭാഗത്ത് ന്യായമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതല്ല വീണയ്ക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചത് കാരണമാണ് ഇങ്ങനെ ഈ മീഡിയ പേഴ്സൺസിനോടൊക്കെ പെരുമാറിയത് എന്നാണോ നിങ്ങൾ കരുതുന്നത്? എല്ലാ കാര്യത്തിനും രണ്ട് പക്ഷം ഉള്ളതുപോലെ തന്നെ ഇവിടെ വീണയുടെ വശത്തുള്ള കാര്യങ്ങളും കാരണങ്ങളും നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ മീഡിയ പേഴ്സൺസ് ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തു തന്നെയാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.